ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഇത്. നേരെ നോക്കിയിരുന്നോളൂ. ഇങ്ങനെയാണ് ചെയ്യുക. ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് 16 എന്നത് ഏത് ഡിഗ്രി പോളിനോമിയലാണ്? സെക്കൻഡ് ഡിഗ്രി ആണ്. അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായത്? എക്സിന്റെ പവർ എന്ന് പറഞ്ഞാൽ മുകളിലുള്ളത് 2 ആണ്. 2 ആണെങ്കിൽ അത് ഏത് ഡിഗ്രിയാണ്? സെക്കൻഡ് ഡിഗ്രി. ഞാൻ ആ ക്വസ്റ്റ്യൻ അതേപോലെ എഴുതിയിരിക്കുകയാണ്. ഒന്ന് പറഞ്ഞ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 16. ഇതുവരെ മനസ്സിലായില്ലേ? സോ നമുക്കറിയാം, ഞാൻ ഈ എക്സ് സ്ക്വയർ അതുപോലെ എഴുതി. ലെഫ്റ്റിലുള്ള ആള് സ്ക്വയർ ഒക്കെ ഉള്ള നല്ല ഗ്ലാമർ ഉള്ള ഒരു മനുഷ്യൻ. പക്ഷെ ഈ റൈറ്റിലുള്ള ആൾക്ക് അതേപോലെ ഉണ്ടോ? അപ്പൊ അയാളെ അതുപോലെ ആക്കണ്ടേ? രണ്ടാൾക്കാരും ഒരേപോലെ ആക്കണം. അപ്പൊ 16 എന്താ ആക്കേണ്ടത്? 4 സ്ക്വയർ. ആക്ച്വലി 4 എവിടുന്ന കിട്ടിയത്? 16 റൂട്ട് കാണുമ്പോഴാണ് ഇത് കിട്ടുന്നത്. അതാണ് പഠിക്കേണ്ടത്. എങ്ങനെയാണ് ഈ 4 വരുന്നത് എന്ന് മനസ്സിലായോ? എങ്ങനെ 4 വരുന്നത്? 16 എന്നതിന്റെ എന്താണ് ചെയ്യുന്നത്? റൂട്ട് 16 എന്ന് പറഞ്ഞ 4 അല്ലേ? സോ എക്സ് സ്ക്വയർ മൈനസ് 15 എന്നതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം? എക്സ് മൈനസ് 4 ഇൻറ്റു എക്സ് പ്ലസ് 4 എന്നാണ് എഴുതുക. എന്തുകൊണ്ട് അങ്ങനെ എഴുതിയെന്നറിയോ? നമുക്കറിയാം, നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഇക്വേഷൻ ഒന്ന് സൈഡിൽ എഴുതി വെച്ചോളൂ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? അതേ ഫോർമാറ്റിലാണ് ഇത് കിടക്കുന്നത്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ആണ്. കേട്ടോ, ഇവിടെ എന്റെ പകരം എക്സ് ആണ്, ബിന്റെ പകരം 4 ആണ്. സോ എക്സ് മൈനസ് 4 ഇൻറ്റു എക്സ് പ്ലസ് 4. ക്ലിയർ ആണോ? ഈ എക്സ് മൈനസ് 4നെ പറയുന്ന പേരാണ് എന്ത്? ഫാക്ടർ എന്നാ പറയാ. എന്താ പറയാ? അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് 4ന് എന്താ പറയാ? ഫാക്ടർ. എത്ര ഫാക്ടേഴ്സിന്റെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് അപ്പൊ എഴുതിയത്? 2 ഫാക്ടേഴ്സിന്റെ. ഇതില് നിങ്ങൾ നോക്ക്, എക്സ് ഈക്വൽ ടു ഈ -4 അപ്പുറത്തേക്ക് വരുമ്പോ എന്താ വരിക? +4 ആയി. ഈ +4 അപ്പുറത്തേക്ക് പോകുമ്പോ എന്താ വരിക? -4 ആയി. ഇതിനെ പറയുന്ന പേരാണ് എന്ത്? സൊല്യൂഷൻ. എന്റെ കുട്ടികൾക്ക് മനസ്സിലായോ? എടാ, ഈ ഫാക്ടർ ഇല്ലേ, ഫാക്ടർ എക്സ് -4 എന്ന് പറഞ്ഞ സാധനല്ലേ, ആ -4ന് അപ്പുറത്തേക്ക് കൊണ്ടുപോയി അത് +4 ആയില്ലേ? അതാണ് ഒരു ഫാക്ടർ. എസ് പ്ലസ് 4ലെ ഫാക്ടർ ഏതാ? ഇതിലെങ്ങനെ ഫാക്ടർ കണ്ടുപിടിക്കുക? -4. അങ്ങനെയാണെങ്കിൽ ഇതേ മോഡല് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഒന്ന് മെല്ലെ ചെയ്താ മനസ്സിലാക്കിയിട്ടാ ചെയ്യേണ്ടത്. മനസ്സിലാക്കിയിട്ടാണ് ചെയ്യേണ്ടത്. പറഞ്ഞ പോളിനോമിയൽ എന്ന് പറഞ്ഞ പി ഓഫ് എക്സ് ഈക്വൽ ടു പറഞ്ഞോ എക്സ് സ്ക്വയർ മൈനസ് 2. ക്ലിയർ ആണോ? ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു എക്സ് സ്ക്വയർ ഉള്ള ഒരു മനുഷ്യനാണ്, പക്ഷെ 2 അപ്പൊ അതെങ്ങനെ സ്ക്വയർ ആക്കുക? നമ്മൾ ആ 2ന്റെ എന്തെടുക്കണം? റൂട്ട്. എന്താണ് 2ന്റെ റൂട്ട്? √2 സ്ക്വയർ. ക്ലിയർ അല്ലേ? സോ നേരത്തെ പോലെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. ഒന്ന് പറഞ്ഞ എക്സ് മൈനസ് √2 അല്ലേ? എക്സ് മൈനസ് √2. അടുത്തത് എന്താ വരിക? എക്സ് മൈനസ് √2. അടുത്തത് എന്താ വരിക? എക്സ് പ്ലസ് √2. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്റെ കുട്ടികൾ ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞ, നിങ്ങൾ സ്വന്തം ഒന്ന് പറഞ്ഞ അതിന്റെ സൊല്യൂഷൻ എന്താണെന്ന്. എക്സ് ഈക്വൽ ടു -√2 അങ്ങോട്ട് പോകുമ്പോ എന്താ വരിക? +√2. +√2 എന്ന് പ്രത്യേകം എഴുതേണ്ട ആവശ്യമില്ല, √2 എന്ന് എഴുതിയ മതി. അങ്ങനെയാണെങ്കിൽ അടുത്ത് പറഞ്ഞ എക്സ് ഈക്വൽ ടു -√2. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എനി ഡൗട്ട്? ഈ 2നെ എങ്ങനെ മാറ്റിയതെന്ന് മനസ്സിലായില്ലേ? എന്താ ആക്ച്വലി √2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 കിട്ടുപോയി, അതുകൊണ്ടാണ് അങ്ങനെ മാറ്റിയത്. ഓക്കെ ആണോ?
അങ്ങനെയാണെങ്കിൽ ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടി ഞാൻ ചെയ്തുതരാം. ഒന്ന് പറഞ്ഞ ഇതൊന്ന് വേഗം പറഞ്ഞ. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 1/4 എക്സ് സ്ക്വയർ മൈനസ് 1ന്റെ റൂട്ട് എന്താ? 1 എന്നതിന്റെ റൂട്ട് എന്താ? 1. ക്ലിയർ ആണോ? 4 എന്നതിന്റെ റൂട്ട് എന്താ? 2. സോ ഇതിനെയും അതേപോലെ മാറ്റി എഴുതാം. ഒന്ന് പറഞ്ഞ എങ്ങനെ മാറ്റി എഴുതുക? നേരത്തെ പോലെ തന്നെ സെയിം. എക്സ് മൈനസ് 1/2 എസ് മൈനസ് 1/2 എക്സ് മൈനസ് 1/2 എക്സ് പ്ലസ് 1/2 എന്ന് എഴുതാം. നിങ്ങളൊന്ന് സ്വന്തം എനിക്ക് അതിന്റെ സൊല്യൂഷൻ എന്താണ്? എന്താ സൊല്യൂഷൻ? എക്സ് ഈക്വൽ ടു 1/2 സൊല്യൂഷൻ ആണ് എഴുതേണ്ടത്. എന്താ സൊല്യൂഷൻ? എക്സ് ഈക്വൽ ടു 1/2. അടുത്ത സൊല്യൂഷൻ എന്താ? എക്സ് ഈക്വൽ ടു മൈനസ് 1/2. ക്ലിയർ ആണോ? ഈ തേർഡ് ക്വസ്റ്റ്യൻ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതുപോലെ ചെയ്യാം. 1 എന്നതിനെ എങ്ങനെ മാറ്റി എഴുതുക? 1 തന്നെ 1 സ്ക്വയർ എഴുതാം. ക്ലിയർ ആണോ? ഇത് നേരെ മനസ്സിലായോ ഇല്ലേ? ഇത് ബുക്ക് അടച്ചു വെച്ച് ഒരു പ്രാവശ്യം കൂടി വേഗം റഫിൽ ചെയ്ത് നോക്കൂ. എന്നാലേ പഠിയുള്ളൂ. സ്റ്റാർട്ട്.